2022 ഡിസംബർ മാസത്തിൽ പട്ടാപ്പോലെ ഇതുപോലെ 11 മണിക്ക് അന്ന് വലിയ വാർത്താ പ്രാധാന്യമുണ്ടായ കേസാണ്. ജസ്റ്റ് മിസ്സായതാണ്. കൈ തടുക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ കഴുത്തറ്റ് പോകും, മരണം ഉറപ്പായിരുന്നു. അപ്പോൾ അത്രയും മാരകമായൊരു നികൃഷ്ടമായൊരു കൊലപാതകമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് അത്രയും സീരിയസ് ആയിട്ട് കേസാണ് അന്വേഷിച്ചത്. കൊച്ചിയിൽ നട്ടാപ്പകൽ യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി 2 വർഷത്തിനു ശേഷം പിടിയിലായിരിക്കുകയാണ്. നോർത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. 2022 ഡിസംബർ 3-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പശ്ചിമബംഗാൾ സ്വദേശിയായ സന്ധ്യയാണ് ഫറൂഖ് എന്ന വ്യക്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇവർ ഒന്നിച്ച് കൊല്ലത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നത്. എന്നാൽ ഫറൂഖ് നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം സന്ധ്യയെ കാണാനായില്ല. പിന്നീട് പിന്തുടർന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്നു. അവിടെ വെച്ചാണ് സന്ധ്യയും സുഹൃത്തിനെയും കാണുന്നത്. അവിടെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ ഫറൂഖ് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അന്ന് സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് സന്ധ്യ ജീവനോടെ രക്ഷപ്പെട്ടത്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഗോവയിൽ വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ഡിസംബറാണ് 2022 ഡിസംബർ 3-ാം തീയതിയാണ്. അതിനുണ്ടായ സംബന്ധിച്ച പുള്ളി മൊബൈലെല്ലാം ഉപേക്ഷിച്ച് സിമ്മെല്ലാം ഓഫ് ചെയ്തിട്ട് ഇവിടെ പോയതാണ്, രക്ഷപ്പെട്ട് പോയതാണ്. രക്ഷപ്പെട്ട് പോയി പിന്നെ അവനെ വിവരം കിട്ടുന്ന കുറച്ച് നാളിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം പിന്നെ അതുമായി ബന്ധപ്പെട്ട് അന്ന് അന്വേഷണം ആരംഭിച്ച് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്പെഷ്യൽ ഒരു SI തന്നെ ഇതിനെ ട്രേസ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷണം നടത്തി ഒരു വർഷമായപ്പോഴാണ് അവൻ്റെ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റിയത്. ഗോവയിൽ വെച്ചാണ് കണ്ടെത്തിയത്. സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ രാവിലെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. വേറെ ഒന്നുമില്ല, നമ്മളെ കൊച്ചി സിറ്റിയിൽ ഈ പറഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് 2022 ഡിസംബർ മാസത്തിൽ പട്ടാപ്പോലെ ഇതുപോലെ 11 മണിക്ക് അന്ന് വലിയ വാർത്താ പ്രാധാന്യമുണ്ടായ കേസാണ്. അപ്പോൾ അങ്ങനെ വളരെ നികൃഷ്ടമായിട്ട് അവൻ്റെ കൂടെ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കൂടെ തിരിച്ച് കൂടെ പോകാൻ മടിച്ചിട്ട് ആ ഗൃഹനിമിത്തമാണ്, കൂടെ വിളിച്ചിട്ട് ചെല്ലാത്തതിൻ്റെ ഗൃഹനിമിത്തമാണ് ഒരു പുതിയ വാക്കത്തി കൊണ്ടുവന്നിട്ട് വെട്ടി കൊല നോക്കിയത്. ആ ഫസ്റ്റ് വെട്ട് കയ്യിലാണ് തടുത്തത്. ജസ്റ്റ് മിസ്സായതാണ്. കൈ തടുക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ കഴുത്തറ്റ് പോകും, മരണം ഉറപ്പായിരുന്നു. സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആ വിളിയും ബഹളത്തിലാണ് അടുത്ത സ്റ്റെപ്പം ഉദ്യമം ഉപേക്ഷിച്ച് പോണത്, രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ അതിന് കിട്ടിയിരുന്നെങ്കിൽ വെട്ടിക്കൊന്നേനാണ്. അപ്പോൾ അത്രയും മാരകമായൊരു നികൃഷ്ടമായൊരു കൊലപാതകമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് അത്രയും സീരിയസ് ആയിട്ട് കേസാണ് അന്വേഷിച്ചത്. നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസ് സാറും ഒക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് ഡയറക്ഷൻ തന്നിരുന്നത്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ പ്രതിയെ കണ്ടെത്തണം. പ്രതിയെ ട്രേസ് ചെയ്യാനാണ് പ്രയാസമായിരുന്നത്. ട്രേസ് ചെയ്ത് ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് പോയി കൊണ്ടുവന്നു.